നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വരുന്നു എന്ന് കേട്ടിട്ടില്ലേ ഒരു സിനിമയിലെ ഡയലോഗ്? അതേപോലെ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ എൻ്റെ സീറ്റിലിരിക്കാൻ പോവാ ഗൈസ്. ഒരു 15 ദിവസം ഞാനൊന്ന് റെസ്റ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ കൈ ഒന്ന് കുത്തിപ്പോയി. കൈൻ്റെ മുട്ട് കുത്തിയപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളെ മുട്ടിന് എന്തെങ്കിലും പറ്റിയാൽ കൈ ഒന്നായിട്ട് തരപ്പ് പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ വരയ്ക്കുന്നതായതുകൊണ്ട് ഈ സീരിയലൊക്കെ നിങ്ങൾ കാണാറില്ലേ, മറ്റേ ഈ സീരിയലൊക്കെ നായികയും നായകനും അല്ല, പക്ഷെ പൈസ ഉള്ള ആൾക്കാർ, പൈസ ഉള്ളത് തന്നെ നമുക്ക് എടുത്ത് വെച്ച് പറയണം. അവരൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വേണ്ട, നയൻതാരനെ പറയാം, എനിക്ക് നയൻതാരനെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കൊക്കെ ഒരു ജലദോഷം വന്നാലും പറയും ഒരാഴ്ച ബെഡ് റെസ്റ്റ്. അതേപോലെ എനിക്ക് കൈക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ പണിയും കൈ കൊണ്ട് എടുക്കാറെന്ന് വെച്ചാൽ വീട്ടു ജോലിയും അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല കേട്ടോ. ബൈക്ക് ഓടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായി. പക്ഷേ എന്നോട് 2 ആഴ്ച റെസ്റ്റ് എടുത്തേ പറ്റൂ. 2 അല്ല 3 ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച ഞാൻ റെസ്റ്റ് എടുത്തു. 3-ാമത്തെ ഒരാഴ്ച റെസ്റ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓർഡർ ഞാൻ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റിൽ എൻ്റെ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കഴിഞ്ഞ 25-ാം തീയതിയോ അങ്ങാണ്ട് ചെയ്ത് വെച്ച ഫോട്ടോ ആണിത്. കുറച്ചൊന്ന് പൊടി പിടിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്ന് തുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം തന്നെ പറയാം, ഈ മഴയത്ത് ഉണങ്ങി കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇതൊക്കെ മാക്സിമം ഉണങ്ങി അങ്ങ് അറ്റത്തെത്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ, നമുക്ക് എങ്ങനെ നോക്കിയാലും പറയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 15 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വർക്കിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ എന്നെക്കുറിച്ചൊരു വ്യാജ പ്രചരണം നടത്തുന്നത് വെച്ചാൽ ഞാൻ ഈ ക്ലോത്ത് വെക്കുന്നത് ഇതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും കാലം നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ഷാളായിരുന്നു, അത് നന്നായിട്ട് പെയിൻ്റ് ആക്കി അപ്പം മാറ്റിയതാണ്. അപ്പം ഞാനൊരു തുടക്കമിടുന്നതും കൂടി നിങ്ങളെ കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലത്തിന് ശേഷം ഞാൻ പെയിൻറ്റ് ഗൈസ് ബ്രഷ് കഴുകി വെക്കാൻ മറന്നു. ഈ വെള്ളത്തിൽ തന്നെയായിരുന്നു. എന്തോ ഭാഗ്യം ഇത് പൊട്ടുമോയെന്നറിയില്ല, കാരണം വുഡാണല്ലോ സംഭവം. വെള്ളത്തിൽ ഇനി സ്ഥിരമുള്ള പരിപാടിയാണ് വെള്ളത്തിൽ പുതിർത്തി നിർത്തുക എന്നുള്ളത്. ഏറെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുകയാണ്. പെയിൻറ്റിൻ്റെ ബോട്ടിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ബോട്ടിലായിരുന്നു പണ്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു ബോട്ടിലാണ്. സെയിം ക്വാണ്ടിറ്റിയാണ്, സെയിം പ്രൈസാണ്. 15 മില്ലിയാണിതും 15 മില്ലിയാണിതും. പക്ഷേ അത് കുറച്ച് ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളടത്ത് വെക്കാം. ഇവിടെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നതാണ്. കൈ കുലുക്കുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായ്മില്ല. ഞാൻ എപ്പോഴും പെയിൻറ്റ് ചെയ്ത് തുടങ്ങുക കണ്ണിനാട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ണുമ്മൽ വെച്ചിട്ടേ ഞാൻ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാറുള്ളൂ. എല്ലാം മയക്കുന്ന മഴക്കടപ്പുറ എന്ന് പറയാം. എന്താ പ്രശ്നം നിങ്ങൾക്ക് നോക്കിയാൽ കാണില്ല, പക്ഷേ എനിക്ക് നോക്കിയാൽ കാണും കേട്ടോ. നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് പെയിൻറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഒരുപാട് ഫോട്ടോസ് ഞാൻ കൊടുക്കാനുണ്ട്. ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെ ജസ്റ്റ് ഞാൻ ചുള്ളിൽ തരാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഞാൻ പറയും കൈക്ക് ചെറിയൊരു കുഴപ്പം. പക്ഷേ അവർ എൻ്റെ റീൽസും വീഡിയോസൊക്കെ കാണുന്നുണ്ട്, അതിൽ പക്ഷേ കുഴപ്പമില്ലതാനും. പക്ഷെ ഇതുകൊണ്ടാട്ടോ ഓർത്തോ ഡോക്ടർ ഒരാളല്ല കേട്ടോ, നമ്മൾ 2 പേരെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ കൊയിലാണ്ടി വേറെയും കൊണ്ടുവച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, നയൻതാരക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഭയങ്കര ഇതാണല്ലോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ജസ്റ്റ് നയൻതാരയാവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. കാരണം അസൂയയാണ് നയൻതാരനോട്. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഇന്നത് തീർക്കാനാവുന്നത്. മഴ ചതിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര തിരക്ക്. ഒന്നാമത് ഗൈസ് മുകളിൽ നിന്ന് ചോരും. അപ്പോൾ അതൊന്ന് ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ഒരു പ്ലേസിൽ നിന്ന് ഞാൻ ഒരു ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് പൊതുവെ എനിക്ക് സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഞാൻ വിചാരിച്ചു നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആട്ടിയിരുന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഫാൻ ഉണ്ടാവില്ല എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഫാൻ ഇട്ടാൽ കിട്ടുമോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതേപോലെ ലൈറ്റ് എനിക്ക് എത്ര വാട്സാ, എന്തായാലും 9 വാട്സ് അല്ല 25 വാട്സ് കണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നല്ല കേട്ടോ, 2 ലൈറ്റ് നിർബന്ധമാണ്. എനിക്ക് ഭയങ്കര വെളിച്ചം എന്ന് പറയുന്ന സംഭവം നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഈ ഫാനില്ലെങ്കിലും വെളിച്ചം മസ്റ്റായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ്. ഞാൻ മെല്ലെന്നാൽ എൻ്റെ വർക്കുകൾ തുടങ്ങട്ടെ. പിന്നെ ഒരു വിഷമകരമായിട്ടുള്ള സംഭവത്തോട് കേട്ടിട്ട് പറയാനുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റാത്തൊരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്താ വെച്ചാൽ എന്നെ വല്ലാണ്ടങ്ങ് ബോഡി ഷെയിം ചെയ്യുന്നു ഗൈസ്. എൻ്റെ കൂടെ വയറിനെ ഗർഭമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഗൈസ്. വല്ലാത്തൊരു കാര്യം. എൻ്റെ മോന് പണ്ടേ പറയുന്നത് ജിമ്മപ്പൊമ്മാന്ന് കേട്ടില്ല, അനുഭവിക്കട്ടെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബൈ ദ ബൈ പറഞ്ഞുകൊണ്ട് ഫ്രം ജസ്ന കണ്ണൻ. ടാറ്റാ.